Hi everyone, in this video I'm going to talk about some tips for listening. IELTSന്റെ ലിസണിങ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ലിസണിങ് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു സ്കിൽ അല്ല, ബിക്കോസ് ഇറ്റ് ക്യാൻ ബി ഡൺ വെരി ഈസിലി ത്രൂ ദ പെർസിസ്റ്റൻറ്റ് ട്രെയിനിങ്. നമുക്ക് തന്നെ ട്രെയിൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് ലിസണിങ്. നമ്മൾ മുൻപുള്ളൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു 25 മിനിറ്റുള്ള ഒരു ഓഡിയോ ആണ്. ആ ഓഡിയോ കേട്ടുകൊണ്ട് നമ്മൾ 40 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. അത് 4 പാർട്ടായിട്ടായിരിക്കും, 10 ക്വസ്റ്റ്യൻസ് ഈച്ച്. ലിസണിങ് ഈസി ആണെന്ന് പറയാൻ കാരണം ഈ ലിസണിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഡെഫിനറ്റ്ലി ദിസ് ഇസ് നോട്ട് അവർ മദർ ലാംഗ്വേജ്. അപ്പോൾ നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ ഓരോ ലാംഗ്വേജിനും അതിൻ്റേതായിട്ടുള്ള ഒരു പെർസിസ്റ്റൻസിയും അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു ഫ്രീക്വൻസി വേവ് ലെങ്ത്തും ഉണ്ട്. അപ്പോൾ നമ്മളത് സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരുന്നാൽ നമുക്കത് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ. എൻ്റെ സ്റ്റുഡൻസ് പലരും അത്രമേൽ അവർ പ്രാക്ടീസ് ചെയ്യുമ്പം അവർക്കൊരു 7.5 to 8 ഡെഫിനറ്റ്ലി കിട്ടാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്. നമ്മളത് ഒത്തിരി യൂട്യൂബ് ചാനലിൽ നമുക്കത് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടത് വലിയൊരു ടെൻഷനായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ട. എന്നിരുന്നാലും അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒരു ട്രെയിനറുടെ സഹായമില്ലാതെയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ടിപ്പിലോട്ട് നേരിട്ട് കയറാം. ദ ഫസ്റ്റ് ടിപ്പ് ഈസ് വെൻ യു ഗെറ്റ് ദ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ്, അതിനകത്ത് ഫസ്റ്റ് പേജ് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. ആൻഡ് യു ഹാവ് ടു വെയിറ്റ് ഫോർ ദ ഇൻസ്ട്രക്ഷൻസ് ടു ബി ഗിവൺ. നിങ്ങൾ ശ്രദ്ധിക്കുക അവരെന്താണ് പറയുന്നത്. ഹാളിൽ എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് പയ്യെ തുറന്ന് നമുക്കത് വായിച്ചു തുടങ്ങും. വായിക്കുമ്പം ഏറ്റവും ഫസ്റ്റ് പാട്ട് എന്ന് പറഞ്ഞാൽ ഇത്തിരി ഈസിയായ പാട്ടാണ്. അതിനകത്ത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ ഇതിന് കുറേ ടൈറ്റിലും സബ് ടൈറ്റിലൊക്കെ ഉണ്ടായിരിക്കും. ഒറ്റയടിക്ക് നിങ്ങൾ ഓടിച്ചെന്ന് ക്വസ്റ്റ്യൻസ് വായിക്കരുത്. ടൈറ്റിൽ എന്തൊക്കെയാണ്, സബ് ടൈറ്റിൽ എന്തൊക്കെയാണ്. മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് വുഡ് ബി റിസീപ്റ്റ്, ഓർ ഇറ്റ് വുഡ് ബി എ എൻക്വയറി ഫോം, ഓർ ഇറ്റ് വുഡ് ബി എ ഫ്രണ്ട് ഡെസ്ക് ഫില്ലിങ് ദ ഫോം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആയിരിക്കും. അപ്പം നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ടൈറ്റിൽ, സബ് ടൈറ്റിൽ ഇങ്ങനെ നോക്കുക. അപ്പോൾ അത് ആദ്യമേ ജസ്റ്റ് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇതെന്തിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അങ്ങനെ ഒരു ഐഡിയ കിട്ടിയിട്ട് വേണം നിങ്ങൾ ആദ്യമായിട്ട് തന്നെ ലിസണിങ്ങിൻ്റെ ഫസ്റ്റ് പേജ് സ്റ്റാർട്ട് ചെയ്യാൻ. ദ നെക്സ്റ്റ് ടിപ്പ് ഈസ് യു ഹാവ് ടു ഗോ ത്രൂ ദ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഈ 1 മുതൽ 40 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 പാർട്ടായിരിക്കും. എല്ലാ പാർട്ടിലും എല്ലാം ഒരുപോലെയുള്ള ക്വസ്റ്റ്യൻസ് അല്ല. അപ്പോൾ നമ്മൾ ഒരു ആദ്യത്തെ ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ പാർട്ടിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും. മേ ബി വെൻ യു മൂവ് ഓൺ ടു ദി സെക്കൻഡ് പാർട്ട് ഇറ്റ് വുഡ് ബി എ മാച്ച് ദി ഫോളോയിങ്, ഓർ ഇറ്റ് വുഡ് ബി എ സെലക്ട് ദി ഓപ്ഷൻസ്, MCQ, ഇങ്ങനെ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ ഈ ക്വസ്റ്റ്യൻ പാട്ടിലോട്ട് കയറുമ്പോൾ തന്നെ ഇത് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്, എങ്ങനെയാണ് ഞാനിത് ആൻസർ ചെയ്യേണ്ടത്. പല കുട്ടികളും വരുത്തുന്ന മിസ്റ്റേക്കാണ്, നമ്മളിങ്ങനെ ഓഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ടെൻസ്ഡ് ആവും. അയ്യോ എനിക്കിതിലൊന്നും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഐ ഷുഡ് ബി റിയലി ഹാവ് മൈ മൈൻഡ് ഓൺ ഇറ്റ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളിങ്ങനെ പറഞ്ഞ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻസ് മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഹൗ യു ആൻസർ ഇറ്റ്, ഇതെങ്ങനെ നിങ്ങൾ ആൻസർ ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ നോക്കുക ഇത് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഓരോ പാർട്ടിന് മുന്നും ഒരു 30 സെക്കൻഡ്സ് കിട്ടും. ആ 30 സെക്കൻഡ്സ് കിട്ടുമ്പം ഇതിനകത്ത് വായിച്ചു നോക്കുക ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇതെങ്ങനെയാണ് ഞാൻ ആൻസർ ചെയ്യേണ്ടത് എന്നുള്ളൊരു കോംപ്രിഹെൻഷൻ ഉള്ളത് നല്ലതാണ്. അപ്പോൾ അത് ആദ്യമേ തന്നെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് വേണം നിങ്ങൾ ക്വസ്റ്റ്യൻ കേൾക്കാനായിട്ട് റെഡി ആവേണ്ടത്. നെക്സ്റ്റ് ടിപ്പ് ഈസ്, നിങ്ങളിപ്പോൾ ചെയ്യുന്നത് യൂട്യൂബിലായിരിക്കും നിങ്ങൾ മോസ്റ്റ് പ്രോബബ്ലി പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ക്രീനിൽ കാണുന്ന ഒരു 1 to 6 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 7 to 10 ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഓഡിയോ കേൾക്കുന്നത്. ബിക്കോസ് അതിനകത്ത് താഴെ നമുക്ക് സ്ക്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ പലരും അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ചെറിയ അബദ്ധമുള്ളത്, നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ അതൊരു വലിയൊരു ഷീറ്റായിരിക്കും, A4 ഷീറ്റായിരിക്കും. അതിൽ 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒരൊറ്റ പേജിലായിരിക്കും. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ നോക്കുമ്പം ഇവരിനകത്ത് വ്യക്തമായിട്ട് ഈ ഓഡിയോയിൽ പറയും 1 മുതൽ 6 വരെയുള്ള പ്ലീസ് ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 6 എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരിക്കും. നമ്മുടെ ടെൻഷൻ കൊണ്ടും നമ്മൾ ഈ ക്വസ്റ്റ്യൻ കേട്ടിട്ട് പാനിക്കായിട്ടും നമ്മൾ ഇതൊന്നും ലിസണിങ് എക്സാമിനേഷൻ്റെ ടെൻഷനിലായതുകൊണ്ട് ഒന്നും നമ്മൾ ശ്രദ്ധിക്കുകയില്ല. ഈ ലിസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് മാത്രം നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്പർ ശ്രദ്ധിക്കില്ല. നമ്മൾ 1 മുതൽ 6 വരെ നോക്കാൻ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ അത് മാത്രം നോക്കിയാൽ മതി. ബിക്കോസ് യു ഗെറ്റ്
ദി നെക്സ്റ്റ് ടൈം ടു ഗോ ത്രൂ ദാറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ 1 മുതൽ 6 വരെ വായിച്ചു നോക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിൻ്റെ ആൻസർ പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത പാട്ടിലോട്ട് പോകുക. അപ്പോൾ സമയം കിട്ടും നിങ്ങൾക്ക്. ഇത് ആ 30 സെക്കൻഡ് കിട്ടുമ്പോൾ 1 മുതൽ 6 വരെയാണ്, അല്ലെങ്കിൽ അപ്പം അത്രയും നോക്കുക. ചില കേസിൽ നമ്മൾ മിസ് ചെയ്ത് പോകുമ്പം അയ്യോ ഞാനിനി 7ലോട്ട് കയറിയോ, ഇനി 8, 9 പറഞ്ഞു പോയോ എന്നുള്ള കൺഫ്യൂഷൻസ് വരും. സോ പ്ലീസ് ലിസൺ ദ ഓഡിയോ വെരി കെയർഫുള്ളി. നെക്സ്റ്റ് ടിപ്പ് ഈസ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പറുകൾ ശ്രദ്ധിക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇത് എത്ര വേർഡ്സിലാണ് ആൻസർ ചെയ്യേണ്ടത്. എല്ലാ ക്വസ്റ്റ്യൻസും ഒരേ ഫോർമാറ്റ് അല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസ് 2 വേർഡിൽ ആൻസർ ചെയ്യാനുണ്ടായിരിക്കും. ചിലപ്പോൾ 2 വേർഡ്സ് ആൻഡ് ഓർ എ നമ്പർ, ചിലപ്പോൾ ഓർ എ നമ്പർ ആയിരിക്കും. 2 വേർഡ്സ് ഓർ എ നമ്പർ, ഓർ 1 വേർഡ് ഓർ എ നമ്പർ. ഇത് എന്തായാലും കൂടിയും നിങ്ങളത് വായിച്ചു നോക്കണം, ഞാനിത് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണം നിങ്ങൾ ഈ ഓഡിയോ കേൾക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ ഞാൻ പിന്നെയും പറയുന്നു, പെട്ടെന്ന് തന്നെ ക്വസ്റ്റിനോട്ട് കയറരുത്. ഇതെങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, എത്ര വേർഡിൽ ആൻസർ ചെയ്യണം എന്നുള്ളത് വ്യക്തമായൊരു ധാരണ നിങ്ങൾക്ക് ഈ ലിസണിങ് ഓഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടായിരിക്കണം. Another tip is, as I mentioned earlier, this listening test consists of about 4 parts and each part has 10 questions each. ഇതിങ്ങനെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ ഈ ലിസണിങ്ങിൻ്റെ ഒരു ഫോർമാറ്റ് ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ ദി ഓർഡർ ഓഫ് ഇൻക്രീസിങ് ഡിഫിക്കൽട്ടീസ്. എന്ന് വെച്ചാൽ ആദ്യത്തെ നല്ല എളുപ്പമായിരിക്കും, നേരത്തെ പറഞ്ഞ പോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും. രണ്ടാമത്തെ MCQ അല്ലെങ്കിൽ മാച്ച് ദി ഫോളോയിങ്, അങ്ങനെ പല ടൈപ്പിലോട്ട് കയറും. അപ്പോൾ ആദ്യത്തെ നമുക്ക് എളുപ്പമാണ്, അവർ സ്ലോവിലായിരിക്കും പറയുക, നമുക്കത് ഗ്രാസ്പ് ചെയ്യാൻ എളുപ്പമാണ്. രണ്ടാമത്തേലോട്ട് കയറുമ്പോൾ ഒന്നുകൂടിയും ക്വസ്റ്റിൻ്റെ ലെങ്ത് ഇച്ചിരി നീളം കൂടും, അതുപോലെ അതിൻ്റെ ഓപ്ഷൻസ് ഇച്ചിരി ലെങ്തി ആയിരിക്കും, നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, മിക്കതും ഒരു കൺവെർസേഷൻ ആയിരിക്കും രണ്ടുപേരും തമ്മിൽ. അപ്പോൾ അങ്ങനെ കൂടി പോകും. ലാസ്റ്റ് പാട്ടാവുമ്പം നമുക്ക് 10 ക്വസ്റ്റ്യൻസ് വായിക്കാൻ ആകെ 30 സെക്കൻഡ്സ് കിട്ടും. ആൻഡ് ദ ക്വസ്റ്റ്യൻസ് വിൽ ബി ലോങ് ഇനഫ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ അതൊരു അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്, ഇൻക്രീസിങ് ഓർഡറിലാണ്. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ വേണം. എന്നിരുന്നാൽ കൂടെയും ഇത് ചെയ്യുന്ന സമയത്ത് ചില കേസിൽ ഫസ്റ്റ് പാർട്ട് തന്നെ ടഫ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. നമ്മൾ ആദ്യമേ തന്നെ ഇത് ചെയ്യുമ്പം ഒരു സ്ലോവിലാണല്ലോ എന്ന് കരുതി ഒരു പ്രിജുഡീസ് മൈൻഡായിട്ട് ഇരിക്കേണ്ട. അത് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർഡ് ആയിരിക്കുക. പക്ഷെ നോർമലി ഇറ്റ് ഈസ് അറേഞ്ച് ഇൻ ദി ഓർഡർ ഓഫ് ഇൻക്രീസ് ഇൻ ഡിഫിക്കൽറ്റി. ലിസണിങ്ങിൻ്റെ ആൻസേഴ്സ് അപ്പോൾ തന്നെ നമുക്ക് ആൻസർ ഷീറ്റിലോട്ട് എഴുതുന്നത് ബുദ്ധിയല്ല. ബിക്കോസ് യു വിൽ ഗെറ്റ് 10 minutes ദി എൻഡ് ഓഫ് ദ ടെസ്റ്റ്. 25 മിനിറ്റ് ദൈർഘ്യമുള്ള നിങ്ങളുടെ ലിസണിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 minutes നിങ്ങൾക്ക് അത് കോപ്പി ചെയ്യാൻ, നിങ്ങളുടെ ആൻസർ ഷീറ്റിലോട്ട് കോപ്പി ചെയ്യാൻ കിട്ടും. അന്നേരം മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ആൻസർ ഷീറ്റ് നോക്കാവൂ, അല്ലെങ്കിൽ അത് സൈഡിൽ അങ്ങ് വെച്ചേക്കാം. ഈ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിലായിരിക്കണം നിങ്ങളുടെ എല്ലാ ആൻസേഴ്സും റഫായിട്ട് നിങ്ങൾ സ്ക്രിബിൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് എഴുതി ഇങ്ങനെ പോണ സമയത്ത് നിങ്ങൾക്ക് ഷോർട്ട് ഫോംസിൽ എഴുതാം. എല്ലാം നിങ്ങൾ ഷോർട്ട് ഫോംസിൽ എഴുതാം. ഓരോ പാട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു അഗെയിൻ 30 സെക്കൻഡ്സ് കിട്ടും. ആ സമയം കിട്ടുമ്പോൾ മാത്രം നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുക. ചില കുട്ടികൾ ചെയ്യുന്നതുകൊണ്ട് ഈ 40 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ട് ഈ നമ്മൾ എഴുതിയിരിക്കുന്ന ഷോർട്ട് ഫോംസ് എക്സ്പാൻഡ് ചെയ്യാമെന്ന് കരുതും. അന്നേരം നിങ്ങളത് മറന്നു പോകും. ഇപ്പോൾ മാനേജ്മെൻറ്റ് MGMT എന്നൊരു കുട്ടി എഴുതി വെച്ചാൽ ചിലപ്പോൾ ഈ 40 ക്വസ്റ്റ്യനും കഴിഞ്ഞ് പോകുമ്പോൾ ഇത് മറന്നു പോകും. അപ്പം തന്നെ, അതായത് ഓരോ പാട്ട് കഴിയുമ്പോഴും 30 സെക്കൻഡ്സ് നിങ്ങൾക്ക് ആൻസേഴ്സ് ചെക്ക് ചെയ്യാൻ കിട്ടും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ബുക്കിലിട്ട് തന്നെ അതങ്ങ് എഴുതി വെച്ചേക്കുക. അത് അപ്പം തന്നെ ഇതിൻ്റെ എക്സ്പാൻഷൻ എഴുതുക. അതുമാത്രമല്ല, ഇതിൻ്റെ ആൻസേഴ്സ് എഴുതുമ്പോൾ എല്ലാം ക്യാപിറ്റൽ എഴുതാൻ ശ്രമിക്കുക. കംപ്ലീറ്റ് ക്യാപിറ്റലായിരിക്കണം. അത് ഒരു ദാക്ഷിണ്യവും ആ കാര്യത്തിലില്ല. ഇമെയിൽ ID ആയിക്കോട്ടെ, എന്തും റൈറ്റ് ഇൻ ക്യാപിറ്റൽ ലെറ്റർ. അപ്പോൾ ഇതുപോലെ ഷോർട്ട് ഫോംസിൽ എഴുതുക. പ്ലസ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് ക്യാപിറ്റൽ എഴുതണം. അത് മസ്റ്റായ കാര്യമാണ്. Another tip is, while you write the answers, നമ്മൾ ആൻസർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഓഡിയോ. പെട്ടെന്ന് നമ്മളത് കേട്ടു. നമ്മളിപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് എന്നാണെങ്കിൽ, ടാർഗറ്റ് എന്നാണെങ്കിൽ, ആ ടാർഗറ്റ് എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മൾ ചാടി ആൻസർ ചെയ്തും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ബിക്കോസ് പ്ലൂറൽ സിംഗുലർ, ദാറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ലിസണിങ് ടെസ്റ്റ്. ചില കുട്ടികളൊക്കെ നമ്മൾ ലിസണിങ് ചെയ്യുമ്പോൾ അവർ ചുമ്മാ S ഇട്ടില്ലെങ്കിലും അവർ തന്നെ ചെക്ക് ചെയ്യുമ്പോൾ S ഇട്ടിട്ട് ടിക്ക് ഇട്ട് വയ്ക്കും. S വരെ ഇമ്പോർട്ടൻ്റ് ആണ് ലിസണിങ്ങിന്. അപ്പോൾ നമ്മൾ ഈ ഒരു വേർഡ് കേട്ടു, വി നോ ദാറ്റ് ദിസ് ഇസ് ദി ആൻസർ. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഇത് എഴുതുമ്പം
അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പം ലെറ്റ് ദം കംപ്ലീറ്റ് ദാറ്റ് വേർഡ്. അതങ്ങ് കംപ്ലീറ്റ് ചെയ്യുന്നത് ബിക്കോസ് യു നോ ദാറ്റ് ദിസ് ഇസ് ദി ആൻസർ. സോ യു ഷുഡ് ഹാവ് ദ പേഷ്യൻസ് ടു കംപ്ലീറ്റ് ദാറ്റ് വേർഡ്. അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ നിങ്ങൾ എഴുതാവൂ. ബിക്കോസ് അത് അടുത്ത സെൻറ്റൻസിലോട്ട് അവർ പറഞ്ഞു പോയി തുടങ്ങിയ നിങ്ങൾ പിന്നെ ആലോചിക്കുമ്പോൾ ഇതിന് എസ് ഉണ്ടായിരുന്നോ ഇല്ലയോ, നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോവും. ചില കേസിൽ ഈ ഒരു വേർഡ് ആ പ്ലേസിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പ്ലൂറലാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. ബട്ട് ദാറ്റ്സ് വെരി റയർ. അപ്പോൾ അല്ലാത്ത കേസിൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണം. അപ്പോൾ സിംഗുലറും പ്ലൂറലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് അങ്ങനെ ഒരു എസ് അല്ലേ ഉള്ളൂ, എൻ്റെ മാർക്ക് പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് നമുക്ക് അവരോട് പോയിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും നിങ്ങൾ യു ഷുഡ് ഹാവ് എ ബിറ്റ് ഓഫ് പേഷ്യൻസ് വൈൽ യു ലിസൺ ദി ആൻസർ. ഇതൊക്കെയാണ് ലിസണിങ്ങിൻ്റെ കുറച്ച് ടിപ്പുകൾ. ഇപ്പോൾ ഇനിയും ടിപ്പുകൾ വരാനുണ്ട്. സോ പ്ലീസ് ബി വിത്ത് മീ. ഐ എം സിനി ഫ്രം ടീച്ചബിൾ ഇംഗ്ലീഷ് അക്കാഡമി.